കൂനമാക്കൽ ബഹുമാനപ്പെട്ട തോമാക്കത്തനാർ ആധുനിക കാലത്ത് നമ്മുടെ സഭയിൽ എപ്രകാരം വിശ്വാസ സാക്ഷ്യം നൽകണമെന്നുള്ളതിന് പ്രിയപ്പെട്ട യുവാക്കൾക്കും കുട്ടികൾക്കുമെല്ലാം വളരെ വലിയ ഒരു പ്രചോദനം നൽകുന്നുണ്ട്. അതെങ്ങനെ എന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിൻ്റെ ആ ദർശനം, അതായത് സഭയിലെ ജീവിതം എപ്പോഴും സഭാ പാരമ്പര്യങ്ങളിൽ അടിയുറച്ച് നിൽക്കണം. പ്രത്യേകിച്ച് ആരാധനാക്രമത്തിൽ, വിശുദ്ധ കുർബാനയിലെ കൂദാശകളിലെ യാമപ്രാർത്ഥനകളിലെ എല്ലാം വേദപുസ്തക പാരായണം വഴി ദൈവവചനം കൂടുതൽ ഗ്രഹിക്കുവാൻ കുട്ടികൾക്കും യുവാക്കൾക്കും കഴിയണം. അപ്പോൾ അവർക്ക് യഥാർത്ഥമായിട്ടുള്ള ഒരു വിശ്വാസ ദർശനം അല്ലെങ്കിൽ സാക്ഷ്യം ലഭിക്കും. അങ്ങനെ ലഭിക്കുന്നതിന് മലബാർ സഭയിലെ അംഗങ്ങളെ സംബന്ധിച്ചിടത്തോളം, പൊതുവിൽ പറഞ്ഞാൽ എല്ലാ സഭാംഗങ്ങളെ സംബന്ധിച്ചിടത്തോളം ആരാധനാക്രമത്തിൽ വിശുദ്ധ കുർബാനയിൽ അതെപ്രകാരം സുറിയാനി ഭാഷയിൽ നൽകപ്പെട്ടിരുന്നുവോ അതുപോലെ അതിൻ്റെ ആരംഭ ദർശനങ്ങളിൽ അർപ്പിക്കുവാൻ സാധിക്കണമെങ്കിൽ സുറിയാനി പഠിക്കണം. അപ്പോൾ അങ്ങനെ സുറിയാനി ഭാഷ പഠിച്ച് അതിൻ്റെ അർത്ഥം ഗ്രഹിച്ച് ആ ആദ്യമുണ്ടായിരുന്ന ചൈതന്യം സഭയുടേത് നമ്മുടെ സഭയിൽ ആധുനിക കാലത്ത് കൊണ്ടുവരുവാൻ പ്രിയമുള്ള യുവാക്കൾക്ക് സാധിക്കണമെന്നാണ് ബഹുമാനപ്പെട്ട കൂനമാക്കലച്ചൻ വാസ്തവത്തിൽ നമ്മോട് നിർദ്ദേശിക്കുന്നത്. അതിനായിട്ട് കുട്ടികളിൽ നിന്നാണ് ഈ പ്രചോദനം അദ്ദേഹത്തിന് ലഭിച്ചതെന്ന് ഒരു വീഡിയോയിലൂടെ അച്ഛൻ പറഞ്ഞിട്ടുണ്ട്. ഒരിക്കൽ താൻ അസ്തേന്തിയായിട്ട് ശുശ്രൂഷ ചെയ്തിരുന്ന കാലത്ത് കുട്ടികൾ അച്ഛൻ്റെ സുറിയാനിയിലുള്ള ഗീതങ്ങൾ കേട്ടപ്പോൾ സുറിയാനി ഭാഷയിൽ ഈ ഗീതങ്ങൾ ഞങ്ങളെ കൂടുതൽ സ്പർശിക്കുന്നു, ഞങ്ങളുടെ ഹൃദയത്തിൽ ഈശോയെ അടുക്കുവാൻ ഞങ്ങൾ പ്രേരിപ്പിക്കുന്നുവെന്ന് കുട്ടികൾ പറഞ്ഞു. അന്നു മുതലാണ് അച്ഛന് ഇത് കുട്ടികൾക്കും യുവതലമുറയ്ക്കുമൊക്കെ സ്വീകാര്യമായ ഒരു ഭാഷയാണല്ലോ, ആ ഭാഷയിലുള്ള ഗീതങ്ങൾക്ക് ഈ അർത്ഥമുണ്ടല്ലോ എന്ന് വിചാരിച്ച് അദ്ദേഹം സുറിയാനി ഭാഷയിൽ നമ്മുടെ പാരമ്പര്യങ്ങൾ പഠിക്കാൻ തുടങ്ങിയതും അത് ഇന്നത്തെ രീതിയിൽ അദ്ദേഹം അവതരിപ്പിച്ചത്. അതിൻ്റെ ഫലങ്ങൾ ധാരാളമുണ്ടായി. അതനുസരിച്ച് അദ്ദേഹം നമുക്ക് നൽകിയ സംഭാവനകൾക്ക് അദ്ദേഹത്തോട് നന്ദിയുള്ളവരായിരിക്കാം. ഏതാനും യുവജനങ്ങൾ ഇതിനകം തന്നെ ഈ പാരമ്പര്യത്തിലേക്ക് വന്നിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരായിക്കൊണ്ട് അവരിങ്ങനെ സുറിയാനി സഭയുടെ പാരമ്പര്യം വാസ്തവത്തിൽ ലോകത്തെ അറിയിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ പഠിക്കുന്നു, മറ്റുള്ളവരെയും പഠിപ്പിക്കുന്നു. സഭയുടേതായ ദർശനങ്ങൾ കൂനമാക്കലച്ചനിൽ നിന്ന് സ്വീകരിച്ച രീതിയിൽ മറ്റുള്ളവർക്ക് വ്യാഖ്യാനിച്ചു കൊടുക്കുന്നു. അതെല്ലാം വാസ്തവത്തിൽ നല്ലൊരു തുടക്കമാണ്. കൂടുതൽ അത് വ്യാപിക്കുവാനായിട്ട് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. അച്ഛനെ നിത്യശാന്തി നേരാം. ദൈവത്തിന് സ്തുതി.